So guys, welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മിസ്റ്റർ ബീറ്റേഴ്സിൻ്റെ എടുത്തിട്ടുണ്ട് അടിപൊളി ഗ്ലോയിങ് ഗ്രീൻ ബൈക്കർ പ്രിസെറ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു ബൈക്കർ ഫോട്ടോ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതിനുശേഷം യൂസ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് മേലെ ഐക്കാളിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടുള്ളൂ. അപ്പോൾ പാസ്വേഡിൻ്റെ ഫോർമാറ്റൊക്കെ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. ഫസ്റ്റ് പാസ്വേഡ് 12 സ്റ്റാർസ്, സെക്കൻഡ് പാസ്വേഡ് ***34. ഓക്കെ, അപ്പോൾ 1234 ആയിരിക്കും പാസ്വേഡ്. അതായത് 1234 വെറും എക്സാമ്പിൾ കൊടുത്തതാണ്. അപ്പോൾ സ്റ്റാർ ഒഴിവാക്കിയിട്ട് ബാക്കി 4 ഡിജിറ്റ് നമ്പർ മാത്രം എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടുള്ളൂ. അപ്പോൾ 1234 വെറും എക്സാമ്പിൾ കൊടുത്തതാണ്. അപ്പോൾ അതാരും നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് പാസ്വേഡ് പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ട് കമൻറ്റ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഒറിജിനൽ പാസ്വേഡ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്കാളിലായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ട്യൂട്ടോറിയലിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതുപോലത്തെ അടിപൊളി ലൈറ്റ്റൂം പ്രിസെറ്റ്സ് വേണമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, എഡിറ്റിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ അപ്പോൾ ഈ ഒരു പ്രിസെറ്റ് 2 പ്രിസെറ്റാണുള്ളത് ടോട്ടൽ. അതായത് ഈ ഒരു പ്രിസെറ്റും അതുപോലെ തന്നെ അതായത് നിങ്ങൾ തമ്മിൽ കണ്ട ആ പ്രിസെറ്റും. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ചെറിയൊരു എഡിറ്റും കൂടി ചെയ്യേണ്ടത്. അതായത് എല്ലാം ഒന്ന് കൂട്ടിയിട്ടുകൊണ്ട് എല്ലാ ടൂൾസിലും എല്ലാം ഒന്ന് കൂട്ടിയിട്ടുകൊണ്ട് ഒരു ചെറിയൊരു എഡിറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ സ്പീഡ് കാണിക്കുന്ന പോലെ എല്ലാം ഒന്ന് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോനനുസരിച്ച് ജസ്റ്റ് ഒന്ന് കൂട്ടിയിടുക. അത് കളർ മാറ്റാണ്ട് എക്സ്പോഷറും കോൺട്രാസ്റ്റും അല്ല ഹൈലൈറ്റ് ഷാഡോ ഒക്കെ അതുപോലെ തന്നെ റെഡ് കളർ എല്ലാ കളറും ജസ്റ്റ് ഒന്ന് കൂട്ടിയിടുക. അധികം കൂട്ടാണ്ട് ജസ്റ്റ് ഒരു പൊട്ടിക്ക് നിങ്ങൾ കൂട്ടിയിടുക. അതിനുശേഷമാണ് നമ്മൾ മെയിൻ എഡിറ്റിങ്ങിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഈ 2 പ്രിസെറ്റിനും ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് 2 പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാം. അത് 2 വെവ്വേറെ ലിങ്ക് ആയിരിക്കും. അപ്പോൾ 2 പാസ്വേഡ് ഒന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റത്തെ ഒഴിവാക്കാം, രണ്ടാമത്തെ ഡൗൺലോഡ് ചെയ്താൽ മതി. കാരണം നിങ്ങൾ ഫോട്ടോനനുസരിച്ചിട്ടാണ് ആ ഒരു ഫോട്ടോസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ബൈക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രിസെറ്റ് ആദ്യം ഇട്ട് നോക്കിയതിന് ശേഷം ബാക്കി എഡിറ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഫോട്ടോ സേവ് ആക്കാം. ആ ഒരു ഫോട്ടോ സേവ് ആക്കിയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ആ ലൈറ്റ്റൂം ആപ്പിൻ്റെ അകത്ത് തന്നെ അടിയിലായിട്ടൊരു ക്യാമറേൻ്റെ ഒരു ഗാലറിൻ്റെ ചിഹ്നമുണ്ട്. ആ ഒരു ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്ത സേവ് ആക്കി വെച്ച ഫോട്ടോ ഒന്നുകൂടി ഇമ്പോർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് കൊടുക്കുക. ആ ഒരു ആഡ് കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ലൈറ്റ്റൂമിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ആകുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടായി ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് ഇനിയാണ് നമ്മൾ മെയിൻ എഡിറ്റിങ്ങിലേക്ക് അടുത്തത്. അപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കാണാം.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതായത് ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത ആ ഒരു പ്രിസെറ്റ്, അതായത് ലൈറ്റായിട്ട് എഡിറ്റ് ചെയ്ത ആ ഒരു പ്രിസെറ്റ് ഓപ്പൺ ആക്കുക. ഇതാണ് 2 പ്രിസെറ്റുകൾ. ഫസ്റ്റ് ലൈറ്റായിട്ട് എഡിറ്റ് ചെയ്ത ആ ഒരു പ്രിസെറ്റ് ഓപ്പൺ ആക്കുക. അതിനുശേഷം നിങ്ങൾ ആ ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി സെറ്റിംഗ് കൊടുക്കുക. അതിനുശേഷം ഇതിന് കോപ്പി ചെയ്യുക. അതിനുശേഷം നമുക്കിനി എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ എടുക്കുക. എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ആ ത്രിബിൾ ഡോട്ട് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സെറ്റിംഗ് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഫോട്ടോ സേവ് ആക്കുക, അതായത് നിങ്ങളുടെ മൊബൈലിലേക്ക് സേവ് ആക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഫോട്ടോ ഡിലീറ്റ് ആക്കാം. ഓക്കെ, ഡിലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു ഗാലറീൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് സേവ് ആക്കി വെച്ചാൽ ആ ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് പ്രിസെറ്റ്, അതായത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ട ആ ഒരു പ്രിസെറ്റ് ജസ്റ്റ് ഓപ്പൺ ആക്കുക. ആ ഒരു പ്രിസെറ്റ് ഓപ്പൺ ആക്കിയ ശേഷം ജസ്റ്റ് കോപ്പി സെറ്റിംഗ് കൊടുക്കുക. ആ ഒരു പ്രിസെറ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമുക്കിനി അടുത്ത ഫോട്ടോ എടുക്കുക. അടുത്ത ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് അതിൻ്റെ അകത്തൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു.